നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന വിഷയം, ഈ നക്ഷത്രക്കാർ തമ്മിൽ വിവാഹിതരായാൽ കലഹം ഉറപ്പാണ്. അതായത് വിവാഹത്തിന് ചില നക്ഷത്രക്കാർ തമ്മിൽ യോജിപ്പ് വേണം. അപ്പൊ ആ യോജിപ്പ് ഇല്ലാത്ത ചില നക്ഷത്രക്കാരുണ്ട്. അവര് തമ്മിൽ വിവാഹിതരായാൽ അവിടെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില അപാകതകളും അതേപോലെ ചില പ്രയാസങ്ങളും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇവര് തമ്മിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത്. ചില ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ദിവസവും അടിയാണ്, ഇല്ലേ? ചിലരെ സംബന്ധിച്ച് അവര് ദിവസവും അടിയാണ്. കലഹം അവിടെ നിത്യസംഭവമാണ്. ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ വീട്ടിൽ നിത്യസംഭവമാണ് കലഹം. ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെടില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്കും ഇഷ്ടമാവുകയുമില്ല. ഇവർക്ക് വേണ്ടി ഐക്യമത്യ ഹോമമോ പൂജയോ നടത്തിയിട്ടും ഒരു കാര്യവുമില്ല, ഫലം കിട്ടിയെന്നും വരില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദൈവാനുഗ്രഹം കിട്ടാൻ വേണ്ടി ഐക്യമത്യ ഹോമോ പുഷ്പാഞ്ജലിയോ പൂജയോ ഒക്കെയാണ് സാധാരണ ഐക്യം കിട്ടാൻ വേണ്ടി നടത്തുന്ന വഴിപാട്. ഇതൊന്നും ചിലപ്പോൾ ഇവർക്ക് ഫലിച്ചില്ല എന്നും വരും. അടിച്ചു പിരിയാനായിരിക്കും ഇവരുടെ വിധി, തമ്മിൽ പിരിയാനായിരിക്കും ഇവരുടെ വിധി. അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരുണ്ട്. അവരുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ചില നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം നടത്തിയാൽ കലഹം ഉറപ്പാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ കാരണം ഇതാണ്. ചില നക്ഷത്രങ്ങൾ തമ്മിൽ വേദദോഷം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ വേദദോഷമുള്ള നക്ഷത്രക്കാർ തമ്മിൽ വിവാഹിതരായാൽ അവിടെ ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം നിത്യസംഭവമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ വേദം ഉണ്ടാകരുത്. ഇവർ രണ്ടുപേരുടെ നക്ഷത്രങ്ങൾ തമ്മിൽ വേദം ഉണ്ടാകരുത്. അപ്പൊ വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണക്കാർക്ക് മനസ്സിലാക്കില്ല. വേദം എന്ന് പറഞ്ഞാൽ തുളക്കൽ എന്നാണ് അർത്ഥം. അതായത് തുളക്കൽ എന്നാണ് വേദത്തിന്റെ അർത്ഥം. അപ്പൊ ഈ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ അത് മുഖാന്തരം അല്ലെങ്കിൽ വേദം എന്ന ആ വസ്തുത മുഖാന്തരം ഇവർക്ക് സമാധാനത്തോടുകൂടിയ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയ കാര്യങ്ങൾ നടത്തുന്നതിന് തടസ്സങ്ങൾ വന്നു ചേരും. അപ്പൊ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അശ്വതിയും തൃക്കേട്ടയും തമ്മിൽ വേദമുണ്ട്. അവർ വിവാഹിതരായാൽ നല്ലതല്ല. അതോടൊപ്പം തന്നെ ഭരണിയും അനിഴവും തമ്മിൽ വേദമുണ്ട്. അതും അത്ര ശുഭകരമല്ല. തിരുവോണവും തിരുവാതിരയും തമ്മിൽ വേദമുണ്ട്. ഇവരും വിവാഹം കഴിക്കാൻ പാടില്ല. ഇവരും ഈ രണ്ട് നക്ഷത്രക്കാരും തമ്മിൽ. വിശാഖവും കാർത്തികയും തമ്മിൽ വേദമുണ്ട്. ചോതിയും രോഹിണിയും തമ്മിൽ വേദമുണ്ട്. മൂലവും ആയില്യവും തമ്മിൽ വേദമുണ്ട്. മകവും രേവതിയും തമ്മിൽ വേദമുണ്ട്. പൂയവും പൂരാടവും തമ്മിൽ വേദമുണ്ട്. പുണർദവും ഉത്രാടവും തമ്മിലും വേദം ഉണ്ട്. ഉത്രട്ടാതിയും പൂരവും തമ്മിൽ വേദമുണ്ട്. അത്തവും ചതയവും തമ്മിൽ വേദമുണ്ട്. പൂരുരുട്ടാതിയും ഉത്രവും തമ്മിൽ വേദമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ രണ്ട് നക്ഷത്രക്കാർ തമ്മിൽ വേദമുള്ളതിന്റെ പേരിൽ വിവാഹം നടന്നാൽ അവിടെ കലഹം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ പറഞ്ഞ രണ്ട് നക്ഷത്രക്കാർ തമ്മിലും അതുകൂടാതെ മകീരം ചിത്തിര അവിട്ടം
ഇതാണ് മകീരൻ, ചിത്തിര, അവിട്ടം. ഈ 3 നാളുകൾ തമ്മിലും അന്യോന്യം വേദമുള്ളതിനാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് വേദദോഷം സംഭവിക്കുമെന്ന് ജ്യോതിഷ ആചാര്യന്മാർ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വസ്തുത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്യോതിഷ ആചാര്യന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പൊ ഇതാണ് ഈ നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം നടത്തിയാൽ അവിടെ അത് ശുഭമാകില്ല. അവർക്ക് തമ്മിൽ പിരിയേണ്ടി വരും, അല്ലെങ്കിൽ കലഹിക്കേണ്ടി വരും എന്ന ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ ഞാനിവിടെ അവതരിപ്പിച്ചത്. നിങ്ങളെല്ലാവരും എന്റെ വീഡിയോ കാണുന്നവർ ഇതിന്റെ കമന്റ് ഇടുകയും അതോടൊപ്പം തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 7 മണിക്ക് എന്റെ ലൈവ് പരിപാടി ഉള്ളതാണ്. ആ ലൈവ് പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങളുടെ നക്ഷത്ര കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു അറിയാവുന്നതാണ്. അതുകൂടാതെ ജാതകപരമായ കാര്യങ്ങൾ അറിയാനും ആ സമയം വിനിയോഗിക്കാം. ലൈവില് വരണം നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 7 മണിക്ക്. കേട്ടോ? ഈ വിഷയം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.